അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണത്തിനിടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ 2024 നവംബർ മാസം 9-ാം തീയതി മുതൽ BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തും യൂണിഫോം സിവിൽ കോഡ് നിയമം മൂലം നടപ്പിലാക്കുമെന്നുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ശരിക്കും യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ നിയമം? ഈ നിയമം നടപ്പിലാക്കാൻ സർക്കാരുകൾക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചെല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ അറിയാം. ഈ നിയമത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ എഴുതാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ നമ്മൾ കാണുന്ന നിയമങ്ങളൊക്കെ പ്രധാനമായിട്ടും 2 തരത്തിലുള്ളതാണ്. ഒന്ന് ക്രിമിനൽ നിയമങ്ങളും രണ്ടാമത്തേത് സിവിൽ നിയമങ്ങളും. ഇതിൽ ക്രിമിനൽ നിയമം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെയോ ഒന്നിലധികം വ്യക്തികളെയോ അല്ലെങ്കിൽ സമൂഹത്തെ മൊത്തമായോ ദോഷകരമായി ബാധിക്കുന്ന പ്രവണതകൾക്കെതിരെയുള്ള നിയമങ്ങളാണ്. ഉദാഹരണത്തിന് കൊലപാതകം, മോഷണം, പീഡനം, ആക്രമണം ഇതൊക്കെ ക്രിമിനൽ നിയമ പരിധിയിൽ വരുന്ന കുറ്റങ്ങളാണ്. ഈ ക്രിമിനൽ പ്രവർത്തികളെക്കുറിച്ചും ഇവയ്ക്കെല്ലാമുള്ള ശിക്ഷാവിധികളെക്കുറിച്ചുമെല്ലാം പരാമർശിക്കുന്ന ക്രിമിനൽ കോഡ് ഇന്ത്യക്കുണ്ട്. കൊലപാതകം ഇന്ന വകുപ്പാണ്, മോഷണം ഇന്ന വകുപ്പാണ് എന്നെല്ലാം പറയുന്നത് ഈ ക്രിമിനൽ കോഡ് പ്രകാരം തന്നെയാണ്. സിനിമകളിലെങ്കിലും ഈ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ സിവിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് വ്യക്തികൾ അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലുള്ള ക്രിമിനൽ അല്ലാത്ത വ്യവഹാരങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഉദാഹരണത്തിന് പണമിടപാടിൻ്റെ കാര്യമാണെങ്കിലും എന്തെങ്കിലും എഗ്രിമെൻറ്റ് തെറ്റുകയാണെങ്കിലും അല്ലെങ്കിൽ വസ്തു തർക്കമൊക്കെ ആണെങ്കിലൊക്കെ ഈ നിയമപരിധിയിൽ വരുന്നതാണ്. ഈ സിവിൽ നിയമങ്ങളിൽ തന്നെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യക്തി നിയമങ്ങളുണ്ട്. അതായത് വിവാഹമോചനം, ഈ സ്വത്ത് വീതം വെക്കൽ അല്ലെങ്കിൽ ദത്തെടുക്കൽ ഇവയൊക്കെ സിവിൽ നിയമത്തിലെ തന്നെ വ്യക്തി നിയമങ്ങളാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ രാജ്യത്ത് ക്രിമിനൽ നിയമങ്ങൾ എല്ലാ പൗരന്മാർക്കും, അതായത് ഏത് ജാതിയിലും മതത്തിലും പിറന്നവരാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. എന്നാൽ സിവിൽ നിയമങ്ങൾ അങ്ങനെയല്ല. പക്ഷേ ഈ പറയുന്നത് പോലെ വലിയ വ്യത്യാസമൊന്നുമില്ല. 99% സിവിൽ നിയമങ്ങളും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേ 1% വരുന്ന വ്യക്തി നിയമങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളിലാണ് വാസ്തവത്തിൽ വ്യത്യാസമുള്ളത്. അത് പറയാനുള്ള കാരണം ഈ വിവാഹമാണെങ്കിലും വിവാഹമോചനമാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ മതങ്ങൾ ഇടപെടാറുണ്ട്. അതുകൊണ്ട് തന്നെ മതനിയമങ്ങൾ കൂടെ ചേർത്തിട്ടാണ് ഇത്തരം നിയമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വ്യക്തി നിയമങ്ങളിൽ ഹിന്ദു ലോ, മുസ്ലിം ലോ, ക്രിസ്ത്യൻ ലോ, പിന്നെ പാർസികൾക്ക് പ്രത്യേക നിയമങ്ങൾ, ഇങ്ങനെ പല മതത്തിലുള്ളവർക്കും ഇന്ത്യയിൽ വ്യത്യസ്തമായ സിവിൽ നിയമങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാളെ കൊന്നാലും ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാൾ മറ്റൊരാളെ കൊന്നാലും ശരിയാ നിയമങ്ങളോ ഹിന്ദു ആചാര വിധിപ്രകാരമുള്ള നിയമങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല ശിക്ഷ ഉണ്ടാവുക. എല്ലാവർക്കും ഒരേ തരം വിചാരണ, ഒരേ തരം നിയമ നടപടിക്രമങ്ങൾ ഇതെല്ലാം പിൻപറ്റിയിട്ടായിരിക്കും ഇന്ത്യയിൽ ശിക്ഷ വിധിക്കുക. അതുപോലെ തന്നെ സിവിൽ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന അതിർത്തി തർക്കമാണെങ്കിൽ മുസ്ലിമിന് ഒരു നിയമം, ഹിന്ദുവിന് വേറെ ഒരു നിയമം, ഇങ്ങനെയൊന്നുമില്ല. അത് തന്നെയാണ് പറയുന്നത്. 99% ഇത്തരം നിയമങ്ങളും ഒരുപോലെയാണ്. എങ്കിലും വ്യത്യാസം വരുന്നത് വ്യക്തികളുടെ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ മതങ്ങൾക്കനുസരിച്ച് വ്യക്തി നിയമങ്ങളിലാണെങ്കിൽ പോലും, വളരെ കുറച്ചാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അതിൻ്റെ ചരിത്രം നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പറയുന്നതിന് മുന്നേ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മതവും വിശ്വാസങ്ങളും ഒന്നുമല്ല, പട്ടിണിയാണ്, തൊഴിലില്ലായ്മയാണ്. ആ തിരിച്ചറിവാണ് ആദ്യം നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ജോലി കണ്ടെത്താനും ശമ്പളം വർദ്ധിപ്പിക്കാനും പുതിയ കാലത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളും തയ്യാറാവണം. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് ഗ്രോത്ത് സ്കൂളാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ ChatGPT ആൻഡ് AI വർക്ക്ഷോപ്പ് ഇപ്പോൾ സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്ന ആദ്യ 1000 പേർക്ക് മാത്രമാണ് ഈ അവസരമുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലെ പല ചിത്രങ്ങളും ശ്രദ്ധിച്ചാൽ അറിയാം, അതെല്ലാം AI വെച്ചുണ്ടാക്കുന്നതാണ്. എന്തായാലും ഈ വർക്ക്ഷോപ്പിലൂടെ ChatGPT അടക്കമുള്ള 20-ലധികം AI ടൂളുകൾ ഉപയോഗിക്കാനുള്ള അടിസ്ഥാന അറിവുകൾ 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ശരിക്കും പണം അടച്ച് പഠിക്കേണ്ട ഈ ക്ലാസ്സിലൂടെ ആദ്യം അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണോ വേണ്ടയോ എന്നെല്ലാം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. 10 ലക്ഷത്തിലധികം ആളുകൾ പഠിച്ച 5 സ്റ്റാർ റേറ്റിംഗ് നൽകിയ ഈ വർക്ക്ഷോപ്പിലൂടെ HR, സെയിൽസ്, മാർക്കറ്റിംഗ് അടക്കമുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ജീവിതം മെച്ചപ്പെടുത്താനും ശമ്പളം വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഓർക്കുക, ആദ്യ 1000 പേർക്ക് മാത്രമാണ് വർക്ക്ഷോപ്പ് സൗജന്യമായിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നോക്കി. എന്തായാലും നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലാണ് യൂണിഫോം സിവിൽ കോഡ് ചർച്ചകളുടെ തുടക്കം എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. 1834 മെക്കൗലെ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ 2ാം നിയമ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. ഇതിൻ്റെ ഉദ്ദേശം ഇന്ത്യയിൽ നിലവിലുള്ള ക്രിമിനൽ നിയമങ്ങൾ വിശകലനം ചെയ്യുക, അതിലാവശ്യമായ മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതായിരുന്നു. ഇതനുസരിച്ച് 1835 2ാം നിയമ കമ്മീഷൻ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ജനറൽ ഗവർണറായിരുന്ന ലോർഡ് വില്യം ബെൻഡിക്കിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. രാജ്യത്തിലെ ജനങ്ങൾക്ക് പൊതുവായ ക്രിമിനൽ നിയമങ്ങൾ വേണമെന്നും എന്നാൽ മതത്തിലെ പേഴ്സണൽ നിയമങ്ങൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹമോചനം, സ്വത്ത് ഭാഗം വെക്കൽ പോലുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന നിയമങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ്
പൊതുവായ ക്രിമിനൽ നിയമങ്ങൾ രൂപീകരിക്കേണ്ടത് എന്നും ആ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടായിരിക്കും ബ്രിട്ടീഷുകാർ ഇങ്ങനെ ചെയ്തത്? നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് എന്തിനാണ്? ഇവിടെ ഭരിക്കാനും ഇവിടെയുള്ള സ്വത്തുക്കൾ ബ്രിട്ടനിലേക്ക് കടത്താനുമാണ്. അങ്ങനെ നല്ല രീതിയിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഭരിക്കണമെങ്കിൽ ക്രിമിനൽ നിയമം നല്ല വെടിപ്പായിട്ട് നടപ്പിലാക്കണം. അതേസമയം മതങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൂടുതലും ഉള്ളത് വ്യക്തി നിയമങ്ങളിലാണ്. ഇതിൽ വല്ലാതെ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ഇളകും. വളരെ കുറച്ച് ബ്രിട്ടീഷുകാരേ ഉള്ളൂ, ഇന്ത്യക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അവർ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഭരിക്കുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് മതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വല്ലാതെ ഇടപെടണ്ട എന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രിമിനൽ നിയമത്തെ നമ്മൾ എടുത്തു നോക്കിയാലും സിവിൽ നിയമങ്ങളെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഒട്ടുമിക്ക എല്ലാവർക്കും 99% ഒരുപോലെ തന്നെയാണ്. അതേസമയം മതങ്ങൾ ഇടപെടുന്ന വ്യക്തി നിയമങ്ങളിൽ മാത്രം ഒരു വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം വരുന്നത് 1941 അന്ന് ഹിന്ദു വ്യക്തി നിയമങ്ങളെക്കുറിച്ച് പഠിക്കാനും മാറ്റങ്ങൾ വരുത്താനുമെല്ലാമായിട്ട് BN റാവു കമ്മിറ്റി എന്നൊരു സമിതിയെ നിയോഗിച്ചിരുന്നു. അതായത് ഹിന്ദുക്കൾക്കിടയിൽ വിവാഹം, പിന്തുടർച്ചാവകാശം എന്നിവയൊക്കെ സംബന്ധിക്കുന്ന ഒരു പൊതുവായ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ സമിതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 1945 BN റാവു കമ്മിറ്റി സമർപ്പിച്ച ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിൽ ഹിന്ദു കോഡ് ബിൽ അവതരിപ്പിക്കപ്പെട്ടതും അവസാനം ഹിന്ദു കോഡ് എന്ന പേരിൽ ഒരു പൊതു സിവിൽ നിയമങ്ങൾ ഹിന്ദുക്കൾക്കിടയിൽ നടപ്പിലാക്കപ്പെട്ടതും. ഈ ഹിന്ദു എന്ന കാറ്റഗറിയിൽ സിഖുകാർ, ബുദ്ധിസ്റ്റുകൾ, ജൈനന്മാർ എന്നിവരൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ന കാര്യം ഇവിടെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭരണഘടനാ അസംബ്ലിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് വേണോ അല്ലെങ്കിൽ ഇത് മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിക്കണോ തുടങ്ങിയ ചർച്ചകളെല്ലാം തന്നെ നടന്നിരുന്നു. ഇതിനെ എതിർത്തും അനുകൂലിച്ചും പല അഭിപ്രായങ്ങളും അവിടെ ഉയർന്നു വന്നു. പശ്ചിമ ബംഗാളിനെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്ന നസറുദ്ദീൻ അഹമ്മദ് ഇന്ത്യ വൈവിധ്യങ്ങളുടെ രാജ്യമാണെന്നും പല വ്യക്തി നിയമങ്ങളും മതപരമായ വിശ്വാസങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നുമാണ് അഭിപ്രായപ്പെട്ടത്. അന്ന് ഭരണഘടനയുടെ കരട് രൂപത്തിൽ ചേർത്തിട്ടുള്ള ആർട്ടിക്കിൾ 19 ലംഘനം കൂടിയാവും ഇത്തരം നിയമങ്ങൾ എന്നെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. ഏകീകൃത സിവിൽ നിയമം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 ലംഘനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അന്നത്തെ ആർട്ടിക്കിൾ 19 ഇന്ത്യയിലെ ഓരോ പൗരനും അവരുടെ മതവിശ്വാസം പാലിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം നൽകുന്ന ഒന്നായിരുന്നു. ഇന്ന് ഈ അവകാശങ്ങൾ നിർദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾ 25 ഭാഗമായിട്ടാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ 1950 ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഒരു റിപ്പബ്ലിക്കായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടനയുള്ള രാജ്യമായിട്ട് മാറുന്നത്. അപ്പോഴും ഈ സിവിൽ നിയമങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതായത് ഇങ്ങനെയുള്ള മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വ്യക്തി നിയമങ്ങളിൽ പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശത്തെ ഹനിക്കുന്നതാവും യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് എന്ന കാര്യമായിരുന്നു ആ സമയത്ത് വലിയ തർക്കമായിട്ട് മാറിയത്. ഇതേ സമയം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ബോംബെയിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്ന KM മുൻഷി യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിച്ചുകൊണ്ട് ആ സമയത്ത് മുന്നോട്ട് വരുന്നുണ്ട്. മതനിയമങ്ങൾ സാമൂഹിക പരിഷ്കരണത്തിനോ മതേതരത്വത്തിനോ എതിരാവുന്നുവെങ്കിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അതിനെതിരെ നിയമങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യൻ പാർലമെന്റിന് ബാധ്യതയുണ്ട് എന്നായിരുന്നു അദ്ദേഹം അന്ന് അഭിപ്രായം പറഞ്ഞത്. അന്നത്തെ കാലത്ത് സിറിയ, തുർക്കി പോലുള്ള വികസിത മുസ്ലിം രാജ്യങ്ങളിൽ പോലും ന്യൂനപക്ഷങ്ങളുടെ വ്യക്തി നിയമങ്ങൾ ഏകീകൃത നിയമങ്ങൾക്ക് തടസ്സമാണ് എങ്കിൽ അനുവദിക്കുന്നില്ല എന്ന കാര്യവും, കൂടാതെ ലിംഗസമത്വം പോലെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിന് യൂണിഫോം സിവിൽ കോഡ് അത്യാവശ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഓരോ മതത്തിനും വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ വേണമെന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരു രീതിയാണ് എന്നും അലാവുദ്ദീൻ ഖിൽജി ഇന്ത്യയിൽ ഭരണം നടത്തിയപ്പോൾ പോലും ശരിയത്ത് നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം വാദിച്ചിരുന്നു. ഡോക്ടർ BR അംബേദ്കർ പക്ഷേ ഈ വിഷയത്തിൽ കുറച്ചുകൂടെ നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായമാണ് അന്ന് പറഞ്ഞത്. യൂണിഫോം സിവിൽ കോഡ് ഒരിക്കലും അടിച്ചേൽപ്പിക്കേണ്ടതല്ല എന്ന അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഏതെങ്കിലും മതവിഭാഗത്തിന് എതിർപ്പുണ്ട് എങ്കിൽ ഏതെങ്കിലും നിയമം സ്റ്റേറ്റ് അവരിൽ അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് കുറച്ച് മുന്നത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് നിയമങ്ങളെ സംബന്ധിച്ച് ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ച നടന്ന സമയത്ത് പോലും അദ്ദേഹം പറയേണ്ടായത്. എന്നാൽ 1955-56 വർഷത്തിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. പല എതിർപ്പുകൾക്കിടയിലും ഹിന്ദു കോഡ് ബിൽ പാസ്സാവുകയാണ്. 1941 മുതലുള്ള ശ്രമങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു ഹിന്ദു കോഡ് ബിൽ പാസ്സായത്. എന്നാൽ ഹിന്ദു, പാസി, ജൈന, സിഖ് തുടങ്ങിയ വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരേപോലുള്ള സിവിൽ നിയമങ്ങളായ സമയത്തും മുസ്ലിങ്ങളെ കൂടെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താത്തതിന് ആ കാലഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ജവഹർലാൽ നെഹ്റു ഇതിനെ എതിർത്തിരുന്നു. എന്തു തന്നെ ആയാലും ഹിന്ദു കോഡ് 1956 നിലവിൽ വന്നു. ഇതനുസരിച്ച് ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട്, ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ട് എന്നിങ്ങനെയുള്ള 4 വ്യത്യസ്ത നിയമങ്ങൾ പ്രാബല്യത്തിലും വന്നു. ഇതിൻ്റെ എല്ലാം മുൻപ്, അതായത് 1948 ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മൗലികാവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തീരുമാനം
യൂണിഫോം സിവിൽ കോഡിനെ മൗലികാവകാശമായി കണക്കാക്കേണ്ട എന്നത് തന്നെയായിരുന്നു. പകരം അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, അതായത് നിർദ്ദേശക തത്വങ്ങളിലാണ് ഇത് ഉൾപ്പെടുത്തിയത്. അതായത് ഭരണഘടനയിൽ യൂണിഫോം സിവിൽ കോഡ് ഉണ്ട് എങ്കിലും അത് നിർബന്ധമായിട്ടും നടപ്പിലാക്കണം എന്ന തീരുമാനമൊന്നുമില്ല. നിർദ്ദേശക തത്വങ്ങളിൽ ഇപ്പോഴും നമ്മൾ നോക്കിയാൽ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിച്ചത് കാണാം. അതായത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും എപ്പോഴാണോ രാജ്യം തയ്യാറാവുന്നത് ആ സമയം മാത്രം ഇത് നടപ്പിലാക്കിയാൽ മതി. അല്ലാതെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി നിർബന്ധമായിട്ടും ഇത് നടപ്പിലാക്കണം എന്ന വ്യവസ്ഥയൊന്നുമില്ല. എന്തായാലും ഈ ആർട്ടിക്കിൾ 44 തന്നെ അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും ഒരു ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കി അത് എല്ലാ പൗരന്മാർക്കും ഉറപ്പാക്കാൻ സ്റ്റേറ്റ് ശ്രമിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. പക്ഷേ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇതെങ്ങനെ നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ കരട് രേഖകളോ ഒന്നും തന്നെ ആ സമയത്ത് സമർപ്പിച്ചിരുന്നില്ല. ഇത്തരം നിർദ്ദേശക തത്വങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ നടപ്പിലാക്കാൻ പറ്റും. എന്നാൽ കോടതികൾക്ക് ഇത് നേരിട്ട് നടപ്പിലാക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെ യൂണിഫോം സിവിൽ കോഡ് പോലുള്ള നിയമങ്ങൾ നിലവിലുണ്ട് എങ്കിലും കോടതികൾ പലതവണ പറഞ്ഞിട്ടും മറ്റ് സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങൾ നടപ്പിലായിട്ടില്ല. ഗോവയിലെ സിവിൽ കോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1867 പോർച്ചുഗീസ് ഭരണകാലഘട്ടത്തിൽ നടപ്പിലായതാണ്. നമുക്കറിയാലോ, ഗോവയുടെ ഭാഗങ്ങൾ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നില്ല, പോർച്ചുഗീസുകാരായിരുന്നു. എന്താണെങ്കിലും അവരുള്ള സമയത്ത് തന്നെ അവിടെ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടായിരുന്നു. എങ്കിലും ഇത് പൂർണ്ണമായിട്ടും ഏകീകൃതമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗോവൻ ഹിന്ദു സിവിൽ നിയമങ്ങൾ അനുസരിച്ച് ഹിന്ദുക്കൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾ കഴിക്കാം. മുസ്ലിങ്ങൾക്ക് പോർച്ചുഗീസ് നിയമവും പിന്നെ ഹിന്ദു നിയമവുമാണ് അവിടങ്ങളിൽ ബാധകമെന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ശരിയാ നിയമം പോർച്ചുഗീസുകാർ അവിടെ നടപ്പിലാക്കുന്നില്ല എന്ന കാര്യവും നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനും അവിടെ നിയമത്തിൽ ചില ഇളവുകളുണ്ട്. ഉദാഹരണത്തിന് ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോൾ വേണമെങ്കിലും ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിൽ വിവാഹമോചനം നേടുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഗോവയിലെ സിവിൽ നിയമങ്ങളും അത്ര കണ്ട് യൂണിഫോം അല്ല, അല്ലെങ്കിൽ ഏകീകൃതമല്ല. 2019 ജോസ് പൗലോ കൗൻഡിനോ വേഴ്സസ് മരിയ വാലന്റീന പെരേറിയ എന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞതും വളരെ രസകരമാണ്. ഈ സാഹചര്യത്തിൽ നമ്മളത് കേട്ട് മനസ്സിലാക്കേണ്ടതുമാണ്. 2 ദമ്പതികളുടെ വിവാഹമോചനത്തിന് ശേഷം ബോംബെയിലുള്ള ഒരു പ്രോപ്പർട്ടി ഭാഗം വെക്കുന്നതിനെ ചൊല്ലിയുള്ള കേസാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. ഈ പ്രോപ്പർട്ടി ഭാഗം വെക്കുന്നത് ഗോവൻ സിവിൽ നിയമം അനുസരിച്ച് വേണോ അതോ 1925 ഇന്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ച് വേണോ എന്നുള്ള തർക്കമാണ് കോടതിയിലെത്തിയത്. ക്രിസ്ത്യൻ ലോ അനുസരിച്ച് 1925 നിയമമാണ് ബാധകമാകുന്നത്. എന്നാൽ ഇവിടെ ഈ ദമ്പതിമാരുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ ഗോവൻ നിവാസികളാണ്. കൂടാതെ ഇവരുടെ പ്രോപ്പർട്ടി ഉള്ളത് ബോംബെയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് മനസ്സിലാക്കണം? ഒരു രാജ്യത്ത് തന്നെ ഒരേ ആവശ്യത്തിന് ഒരേ പ്രശ്നത്തിന് വ്യത്യസ്തമായിട്ടുള്ള സിവിൽ നിയമങ്ങളുണ്ട്. ഏത് നിയമമാണ് ബാധകമാകുക എന്ന കാര്യത്തിൽ പോലും പലപ്പോഴും തർക്കങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ എന്തായാലും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിഫോം സിവിൽ കോഡിൻ്റെ ആവശ്യത്തെക്കുറിച്ച് കോടതി ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കേസ്, നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കേസാണ് 1985 ഷാബാനോ കേസ്. 73 വയസ്സുണ്ടായിരുന്ന ഷാബാനോ എന്ന സ്ത്രീയെ അവരുടെ ഭർത്താവ് 40 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം മൊഴി ചൊല്ലി. ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിവാഹമോചനമായിരുന്നു ഇത്. കോടതിയിൽ ചെന്നിട്ടുള്ള വിവാഹമോചനമായിരുന്നില്ല എന്ന കാര്യം ഓർക്കണം. കാരണം മതനിയമപ്രകാരം മൊഴി ചൊല്ലിയാൽ അന്ന് വിവാഹമോചനം നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ തലാക്ക് ചൊല്ലിയുള്ള ഒരു വിവാഹമോചനമാണ് ഇവിടെ നടന്നത്. എന്നാൽ വിവാഹമോചനത്തിന് ശേഷം നഷ്ടപരിഹാര തുക നൽകാൻ ഭർത്താവ് തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിയെന്ന് മാത്രമല്ല, താൻ എല്ലാ നിയമങ്ങളും, അതായത് ഇസ്ലാമികമായിട്ടുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ വിവാഹമോചനം നേടിയത് എന്നാണ് അദ്ദേഹം കോടതിയിൽ വാദിച്ചത്. എന്നാൽ സുപ്രീം കോടതിയും ഇവിടെ ആ 70 വയസ്സുകാരിയുടെ നീതിക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്. ഈ കേസിൻ്റെ വിധിന്യായത്തിൻ്റെ ഭാഗത്ത് നോക്കിയാലും യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കോടതി പരാമർശിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നോക്കിയാൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാരിന് ഈ വിധിയോട് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആസാമിൽ ആ സമയത്ത് നടന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും മുസ്ലിങ്ങൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞതാണ് ഈ പരാജയത്തിന് കാരണമെന്ന സംശയവും കോൺഗ്രസിലുണ്ടായി. ഇതൊന്നും കൂടാതെ ദൈവ നിയമത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളും രാജ്യമൊട്ടുക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1986 മുസ്ലിം വുമൺ ആക്ട് എന്ന പുതിയ നിയമം രാജീവ് ഗാന്ധി സർക്കാർ പാസ്സാക്കുകയാണ്. കോടതി വിധിയെ അട്ടിമറിച്ചായിരുന്നു പുതിയ നിയമം. തേടുമ്പോൾ ആദ്യത്തെ 3 മാസം വരെ മാത്രമേ ഭാര്യയ്ക്ക് ഭർത്താവ് ജീവനാംശം നൽകേണ്ട ആവശ്യമുള്ളൂ. ഈ നിയമമാണ് നിലവിൽ വരുന്നത്. നമ്മൾ നോക്കിയാൽ അറിയാം, സുപ്രീം കോടതി ഒരു വിധി നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ വിധി പിന്നീട് റഫറൻസ് ആയിട്ട് മാറും. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഈ സംഭവത്തെക്കുറിച്ച്, അതായത് ഒരു മുസ്ലിം യുവതി വിവാഹമോചനം നേടി ഭർത്താവ് ജീവനാംശം നൽകിയില്ല, ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അവിടെയും വിധി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ വിധിയെ അട്ടിമറിച്ചിട്ടാണ് പുതിയ നിയമം ഉണ്ടാവുന്നത്.
ഈ പുതിയ നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ പഴയ വിധി വാലിഡ് അല്ലാതെയാവുന്നതാണ്. അതൊക്കെ എന്തായാലും മറ്റൊരു വിഷയമാണ്, സാധിക്കുമെങ്കിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നതുമാണ്. എന്താണെങ്കിലും സുപ്രീം കോടതി പലതവണ യൂണിഫോം സിവിൽ കോഡ് നിർബന്ധമായി നടപ്പിലാക്കേണ്ടതാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പല സമയത്തും നടത്തിയിട്ടുണ്ട്. പക്ഷേ പല സർക്കാരുകൾ വന്നു പോയി എങ്കിലും കാര്യമായ ശ്രദ്ധ ആരും തന്നെ ഈ വിഷയത്തിൽ കൊടുത്തിരുന്നില്ല. അതിനുവേണ്ടി കരട് രേഖ പോലും തയ്യാറാക്കാൻ സർക്കാരുകൾ മുതിർന്നിരുന്നില്ല. എന്നാൽ 2016 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ വസ്തുതകളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയ നിയമ കമ്മീഷനെ നിയോഗിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2018 നിയമ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ട് പ്രകാരം എല്ലാ വ്യക്തി നിയമങ്ങളും ക്രോഡീകരിച്ച് പൊതുവായ ഒരു സിവിൽ കോഡ് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമില്ല എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത്. അതായത് ശ്രദ്ധിച്ച് കേൾക്കണം, നരേന്ദ്രമോദി സർക്കാർ നിയോഗിച്ച നിയമ കമ്മീഷൻ പറഞ്ഞത് ഇപ്പോൾ ഇത്തരത്തിലൊരു ഏകീകരണത്തിൻ്റെ ആവശ്യമില്ല എന്നായിരുന്നു. കൂടാതെ ഇപ്പോൾ നിലവിലുള്ള വ്യക്തി നിയമങ്ങളിൽ ഏതെങ്കിലും പരിഷ്കരിക്കണമെങ്കിൽ അത് മാത്രം ചെയ്താൽ മതിയാകുമെന്നതായിരുന്നു നിയമ കമ്മീഷന്റെ നിലപാട്. ഇതിൻ്റെ കൂടെ മുത്തലാഖ് പോലുള്ള മതനിയമങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ് എന്നും കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് തന്നെയാണ് പിന്നീട് നടന്നത്. എന്തായാലും ചുരുക്കി മനസ്സിലാക്കിയാൽ ഏകീകൃതമായ സിവിൽ കോഡ് പൂർണ്ണമായും നടപ്പിലാക്കാതെ പ്രശ്നമുള്ള കാര്യങ്ങളിൽ മാത്രം നിയമ ഭേദഗതി വരുത്തുക എന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതായിരുന്നു നിയമ കമ്മീഷന്റെ ശുപാർശ. 2017 തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള വിധികളെല്ലാം സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം 2019 ഇന്ത്യൻ പാർലമെന്റ് ട്രിപ്പിൾ തലാഖ് അല്ലെങ്കിൽ മുത്തലാഖ് ഒരു ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടുള്ള ബില്ലും പാസാക്കി. ഈ സാഹചര്യത്തിൽ നമ്മൾ നിയമ കമ്മീഷൻ പറഞ്ഞ മറ്റൊരു കാര്യം ഓർക്കണം, ചില മതപരമായ വ്യക്തി നിയമങ്ങൾ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എങ്കിൽ അത് കോടതിയും ഇന്ത്യൻ പാർലമെൻറ്റും ചേർന്ന് തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് തന്നെയാണ് 2018 നിയമ കമ്മീഷൻ അഭിപ്രായപ്പെട്ടത്. എന്നിരുന്നാലും 2018 റിപ്പോർട്ടിന് ശേഷം കുറച്ചു കാലത്തേക്ക് യൂണിഫോം സിവിൽ കോഡിനായിട്ടുള്ള ചർച്ചകളൊന്നും തന്നെ കാര്യമായിട്ട് നടന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ 2020 വീണ്ടും കേന്ദ്ര സർക്കാർ 22ാമത് നിയമ കമ്മീഷനെ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി നിയോഗിച്ചു. ആ കമ്മീഷന്റെ കാലാവധി 2024 ഓഗസ്റ്റ് 31 കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും നമ്മൾ നോക്കിയാൽ, വാർത്തകൾ നോക്കിയാൽ, ഗവൺമെൻറ് വെബ്സൈറ്റുകൾ നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും നിയമ കമ്മീഷൻ സമർപ്പിച്ചിട്ടില്ല. നേരത്തെ ഗോവൻ സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ വൈവിധ്യമായ ജനതയ്ക്ക് ഒരു ഏകീകൃത സിവിൽ കോഡ് രൂപകൽപ്പന ചെയ്യുക എന്നത് എത്രത്തോളം ബുദ്ധിമുട്ടേറിയ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. 2018 നിയമ കമ്മീഷനും ഇതേ അഭിപ്രായം ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. ഇനി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1955 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അമ്മാവന് മരുമകളെ വിവാഹം കഴിക്കാൻ കഴിയില്ല. പക്ഷേ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് പോലുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ ഈ സമ്പ്രദായം ചെറിയ രീതിയിലെങ്കിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. കർണാടകയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്മാവന്മാരെ വിവാഹം കഴിക്കുന്ന മരുമക്കളുടെ എണ്ണം ഏതാണ്ട് 13% വരുമെന്നാണ് 2022 കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പൊതുവായൊരു ഹിന്ദു കോഡ് നിലവിൽ വന്നിട്ട് കൂടി ചില സംസ്ഥാനങ്ങളിൽ അതിന് വിപരീതമായി വ്യക്തി നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട്. ഇനി 1956 പിന്തുടർച്ചാവകാശങ്ങളെ സംബന്ധിക്കുന്ന ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമമല്ലേ, അത് ആ സമയത്ത് അതായത് 1956 തന്നെ നിലവിലുണ്ടായിരുന്നു എങ്കിലും 2005 ഒരു ഭേദഗതിയിലൂടെയാണ് ആൺമക്കൾക്കും പെൺമക്കൾക്കും മാതാപിതാക്കളുടെ സ്വത്തിൽ തുല്യ അവകാശം കിട്ടിത്തുടങ്ങിയത് എന്ന കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ എല്ലാം പുറമെ ഇനിയും വെല്ലുവിളികളുണ്ട്. ഇന്ത്യയിലെ വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങൾക്ക് മാത്രമല്ല, ഗോത്രങ്ങൾക്കും അവരുടേതായ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തി നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ നാഗാലാൻഡ്, അസം, സിക്കിം, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവികൾ ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 371 കീഴിലാണ് ഇത്തരം സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക പദവികൾ ചേർത്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 371A അനുസരിച്ച് മണിപ്പൂരിലെ സിവിൽ, ക്രിമിനൽ നിയമങ്ങളെല്ലാം തന്നെ നാഗാ ഗോത്രത്തിൻ്റെ ആചാരങ്ങൾക്കനുസരിച്ച് മാത്രമേ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഈ നിയമങ്ങളിൽ ഏതിനെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പോലും നാഗാലാൻഡിൻ്റെ സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നാഗാലാൻഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ പൊതുവായിട്ടുള്ള ക്രിമിനൽ നിയമങ്ങൾ പോലും ബാധകമല്ല. അവിടുത്തെ ഗോത്ര നിയമങ്ങളാണ് പലപ്പോഴും അവിടെ പാലിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇത്രയും വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളുള്ള ഒരു രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ഈ അടുത്ത കാലത്ത് വരെ യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിക്കുന്നവർക്ക് പോലും അതിൻ്റെ കരട് രേഖ പോലും തയ്യാറാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 2024 ഫെബ്രുവരിയിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാർ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു. അതിൻ്റെ കരട് രേഖയും തയ്യാറാക്കി. ഗവർണറുടെ അംഗീകാരം ലഭിച്ച ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി അവർ അയക്കുകയും ചെയ്തിരുന്നു.
ഇതെല്ലാം ചെയ്യാനുള്ള കാരണം സംസ്ഥാനങ്ങൾക്ക് മാത്രം ഇത് നടപ്പിലാക്കാനോ നടപ്പിലാക്കാതിരിക്കാനോ പറ്റില്ല. കാരണം യൂണിഫോം സിവിൽ കോഡ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്രത്തിൻ്റെയും അംഗീകാരം ഈ കാര്യത്തിൽ ആവശ്യമാണ്. ഇപ്പോഴെന്തായാലും 2024 നവംബർ മാസം 9-ാം തീയതി മുതൽ ഔദ്യോഗികമായി യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ പ്രാബല്യത്തിൽ വരുമെന്ന് അവിടുത്തെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപം കൊണ്ട അതേ ദിവസമാണ് നവംബർ 9 എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയും ഗോവ പോലെ തന്നെ എല്ലാവർക്കും ഒരേ സിവിൽ നിയമങ്ങളല്ല. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ 3 മുതൽ 4% വരെ ST വിഭാഗക്കാരാണ്. ഇവരിൽ പലരെയും ഈ നിയമപരിധിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ചിന്തിക്കേണ്ടത് ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ പോലും പലരെയും മാറ്റി നിർത്തേണ്ടി വരുന്നു. യൂണിഫോം എന്ന് പറയുമ്പോഴും എല്ലാവർക്കും ഒരേ നിയമമല്ല ഒരു സംസ്ഥാനത്ത് പോലും ഒരു സ്ഥലത്ത് പോലും നടപ്പിലാക്കപ്പെടുന്നത്. ഇവിടെ നമ്മളൊന്ന് യുക്തിപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ഒറ്റ സിവിൽ നിയമം നിലവിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം വേറെയൊന്നുമല്ല, ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 99% സിവിൽ നിയമങ്ങളും ഒന്ന് തന്നെയാണ്. വളരെ കുറഞ്ഞ നിയമങ്ങളിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ആ നിയമങ്ങൾ അങ്ങ് മാറ്റിയാൽ പോരെ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ പലരെയും ഇതിൽ നിന്നും ഒഴിവാക്കേണ്ടി വരും, ഇളവുകൾ പ്രഖ്യാപിക്കേണ്ടിയും വരും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ കുറച്ചധികം നിയമം കൂടെ എല്ലാവർക്കും ഒരുപോലെയാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് തിരുത്തേണ്ടത് തിരുത്താതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇന്ത്യയിലെ പ്രബല മതങ്ങളിലെല്ലാം തന്നെ തിരുത്തപ്പെടേണ്ട അനാചാരങ്ങളെല്ലാം തന്നെ ഉണ്ട്, ആചാരങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ വിവേചനപരമായ നിയമങ്ങൾ പരിഷ്കരിച്ച് പതിയെ മാത്രം നീതിയിലേക്ക് എത്തുന്നതാവും വൈവിധ്യങ്ങളുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത്. ഇതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാം. ഇന്നെന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ളത് യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ നിയമത്തെക്കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏതാനും അറിവുകളാണ്. ഈ വസ്തുതകൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ദയവായിട്ട് ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കും. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് ഗ്രോത്ത് സ്കൂളാണ്. നല്ല ജോലി കിട്ടാനും കരിയറിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഇവരുടെ ChatGPT ആൻഡ് AI വർക്ക്ഷോപ്പ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് അറ്റൻഡും ചെയ്യാം. ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റിലുണ്ട്. താല്പര്യമുള്ളവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.